ടെൻഷനുണ്ടോ? ടെൻഷനൊന്നും ഇല്ലെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. മാം ആ സ്റ്റിയറിംഗ് ഒന്ന് വെറുതെ ഒന്ന് റൈറ്റിലേക്കൊന്ന് തിരിച്ചാൽ നോക്കാൻ. ഫുള്ള് തിരിക്കും, ലെഫ്റ്റിലേക്കൊന്ന് ഫുള്ള് തിരിച്ചാൽ കുറച്ചുകൂടെ എളുപ്പം തിരിക്കാൻ പറ്റുമോ നോക്കിക്കാം. വീലം നേരെ ആക്കിക്കാം മാം. ഫുള്ള് തിരിഞ്ഞാ ഓക്കെ ആണോ? നമുക്കൊന്ന് ചുമ്മാ മുന്നോട്ട് എടുത്തു നോക്കാം. ഒരു റൗണ്ട് കൂടെ നേരെ ആക്കണേ. ഇല്ല, പകുതിയെ തിരിച്ചോളാം. ഒന്ന് ഡ്രൈവ് ഇട്ടാ മാം. ഒന്ന് അതിനകത്ത് വേറെ എന്തെങ്കിലും ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടോ മാം? ഒരു ചോപ്പ് കളറിൽ. ഇനി എന്ത് ചെയ്യണം മാം? അല്ല, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്കിയാ മാം? ഇല്ല. ഇനി ഫ്രണ്ടിൽ എന്താ തടസ്സം നോക്കിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നീങ്ങും തോറും അപ്പൊ അതൊക്കെ ഒന്ന് നീങ്ങി നോക്കിയാ മാം. ഒരു സെക്കൻഡ്, ആ കാറൊന്ന് പോട്ടെ. നമ്മൾ ആ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാണോ പുള്ളി ഒന്നുകൂടെ വേഗത കുറച്ച് വന്നത്. നമ്മൾ പോണേ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊന്ന് മാറിക്കൊടുത്താൽ മതി. നേരെയാക്കി. നേരെയാണോ? ഒന്നുകൂടെ നിർത്തിക്കാം മാം. അപ്പം മാം എന്താ ചെയ്തെന്ന് വെച്ചാൽ ബ്രേക്കിൽ നിന്ന് ഫുള്ള് വിട്ട് കളയുക ചെയ്തത്. അപ്പം എന്ത് പറ്റി? വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് ഓടുക ചെയ്തത്. അങ്ങനെ ഒരിക്കലും സമ്മതിക്കരുത്. ഇപ്പോഴും വിട്ട് കളയരുത്. നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് ഇത് നീങ്ങാവുള്ളൂ. ഇപ്പോഴും മാം അതേ നിന്ന് റിലീസ് ചെയ്ത് കളയുമ്പോൾ വണ്ടി അങ്ങ് സ്പീഡിൽ ഓടുക ചെയ്യുന്നത്. മാം പതുക്കെ ഒന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ അത് ഉറുമ്പ് ചലിക്കുന്ന പോലെ ഈ വണ്ടി നമുക്ക് നീക്കാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്ത് അത് തന്നെ സ്പീഡ് കൂടരുത്. ഒന്നുകൂടെ സ്ലോ ചെയ്യും. അത് തന്നെ. ഇപ്പൊ നിന്ന് പോയി. ഒന്ന് പതുക്കെ സ്ലോ ചെയ്ത് ഒന്നുകൂടെ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്ക്. പതുക്കെ ചലിക്കുന്ന പോലെ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ബ്രേക്ക് ഒന്ന് സ്പീഡ് കൂടുമ്പോൾ ഒന്ന് സ്ലോ ചെയ്തേ. സ്ലോ ചെയ്യും. അതെ, ഇപ്പൊ നിർത്തുക ചെയ്യുന്നത്. പതുക്കെ ഒന്ന് മൂവ് ചെയ്യട്ടെ. നമുക്ക് റൈറ്റിലേക്ക് തിരിയാനാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ സപ്പോർട്ടും കൂടെ വേണം. ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് തിരിക്കും. അപ്പം നിന്നാ പോയത്. സ്ലോ ചെയ്തുകൊണ്ട് തിരിച്ചിട്ടില്ല. മതി, നേരെ ആക്കിയോ. മാമിന് ഒരു കുഴപ്പമില്ല. മാമിന്റെ മനസ്സിലൊരു ചെറിയൊരു ടെൻഷനുണ്ട്. അതെടുത്ത് മാറ്റണം മുന്നോട്ട് ഓടുമ്പോ കേട്ടോ. ഇല്ല, പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പൊ ഇതിന്